ഈ ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വിജിലൻസിന്റെ ഒരു പരിശോധന നടന്നു, ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട്. ഇത് സംസ്ഥാനത്ത് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാരുടെ വീടുകളിലായിരുന്നു വിജിലൻസ് ഈ പരിശോധന നടത്തിയത്. പത്തനംതിട്ടയിൽ വിജിലൻസിനെ കണ്ട് ഡോക്ടർമാർ ഇറങ്ങിയോടി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാരാണ് മുങ്ങിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 ഡോക്ടർമാരുടെ വീടുകളിലും പരിശോധന നടത്തിയിരുന്നു. സർക്കാർ ചട്ടം മറികടന്ന് സർക്കാർ ഡോക്ടർമാർ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നത് പിടികൂടാനാണ് വിജിലൻസ് വിഭാഗം ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയ്ക്കിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ 2 ഡോക്ടർമാർ ഓടി രക്ഷപ്പെട്ടു. സർക്കാർ ചട്ടപ്രകാരം ഡോക്ടർമാർ താമസിക്കുന്ന ഇടത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് ആകാം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ 3 ഡോക്ടർമാർ കൊമേഴ്സ്യൽ ബിൽഡിംഗിലെ മുറിയിലാണ് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തിയിരുന്നത്. പരിശോധനയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ 4 ഡോക്ടർമാർ, കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർ എന്നിവർ ചട്ടം ലംഘിച്ചാണ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതെന്ന് കണ്ടെത്തി. അന്വേഷണ സംഘം റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. സർക്കാർ ചട്ടപ്രകാരം ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിന് കീഴിലെ സർക്കാർ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് അനുവദനീയമല്ല. ഇവർക്ക് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് ഉണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 ഡോക്ടർമാരുടെ വീടുകളിൽ വിജിലൻസ് പരിശോധന നടന്നു. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ വീട്ടിലും പരിശോധന നടന്നു. പത്തനംതിട്ടയിൽ വിജിലൻസ് ഡിവൈഎസ്പി ഹരി വിദ്യാധരന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർമാരായ പി അനിൽകുമാർ, കെ അനിൽകുമാർ, ജെ രാജീവ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. റിപ്പോർട്ടർ, പത്തനംതിട്ട, ആലപ്പുഴ.